മകളെ, പാണ്ഡവർ വനവാസത്തിൻ്റെ ഭാഗമായി കാമ്യകവനത്തിൽ താമസിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സൈന്ധവ രാജാവായ ജയദ്രഥൻ പാഞ്ചാലിയെ തട്ടിക്കൊണ്ടുപോവുകയും പാണ്ഡവർ പിന്തുടർന്ന് ചെന്ന് ജയദ്രഥനുമായി യുദ്ധം ചെയ്ത് പാഞ്ചാലിയെ മോചിപ്പിക്കുകയും ചെയ്തു. ദ്രൗപദിയുമായി ആശ്രമത്തിലെത്തിയ യുധിഷ്ഠിരൻ അവിടെ മാർക്കണ്ഡേയ മഹർഷിയെ കണ്ടു. മഹർഷിയോട് താൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ വനവാസം മൂലം ശ്രീരാമൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചും ഒടുവിൽ എല്ലാ ഐശ്വര്യങ്ങളും ശ്രീരാമന് തിരിച്ചു കിട്ടുകയും ചെയ്ത കഥ മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരനെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നാൽ പാണ്ഡവർ മൂലം ഏറെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ദ്രൗപദിയാണെന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ വിഷമിച്ചപ്പോൾ മഹർഷി സാവിത്രിയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. സ്വന്തം ഭർത്താവിൻ്റെ ജീവനെ നല്ല വാക്കുകൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും യമധർമ്മനിൽ നിന്ന് പോലും മടക്കി വാങ്ങിയ സാവിത്രിയുടെ കഥ. അങ്ങനെ നോക്കുമ്പോൾ സാവിത്രിയെപ്പോലെ തന്നെ പതിവ്രതയും ദൃഢനിശ്ചയവും സത്സ്വഭാവവും ഉള്ളവളാണ് ദ്രൗപദിയും. അതിനാൽ പാണ്ഡവർക്ക് ശ്രേയസ്സുണ്ടാക്കി കൊടുക്കുവാൻ ദ്രൗപദിക്ക് കഴിയുമെന്ന് മഹർഷി യുധിഷ്ഠിരനെ അറിയിച്ചു. അതിനുശേഷം പാണ്ഡവർക്ക് എല്ലാ നന്മയും ആശംസിച്ചിട്ട് മാർക്കണ്ഡേയ മഹർഷി മടങ്ങിപ്പോയി. ആ ഇടയ്ക്ക് ദേവേന്ദ്രൻ്റെ ആജ്ഞപ്രകാരം ലോമശൻ എന്ന ഒരു മഹർഷി യുധിഷ്ഠിരനെ കാണുവാൻ വന്നു. അവർ തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ യുധിഷ്ഠിരൻ്റെ മനസ്സിൽ ഒരു ഭയം ഒളിച്ചിരിക്കുന്നുവെന്ന് മഹർഷി മനസ്സിലാക്കി. ആ സംശയം യുധിഷ്ഠിരനോട് ചോദിക്കുകയും ചെയ്തു. കർണനെ ഓർത്ത് ഒരു ഭയം യുധിഷ്ഠിരൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ സമയത്ത് അർജുനൻ ആയുധാഭ്യാസത്തിനായി ദേവലോകത്ത് പോയിരിക്കുകയായിരുന്നു. അതിനാൽ അർജുനൻ മടങ്ങി വന്ന ശേഷം ഭയത്തിനുള്ള പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാമെന്ന് യുധിഷ്ഠിരൻ മഹർഷിയെ അറിയിച്ചു. യുധിഷ്ഠിരൻ്റെ ഈ ഭയത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. ലോമശ മഹർഷി യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു. പാണ്ഡവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഇന്ദ്രദേവൻ കർണന് ജനന സമയത്ത് രക്ഷയ്ക്കായി ലഭിച്ച കവചകുണ്ടലങ്ങളെ അയാളിൽ നിന്നും മാറ്റിക്കളയാൻ തീരുമാനിച്ചു. കർണൻ്റെ ജന്മസമയത്ത് കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് കുന്തി ആവശ്യപ്പെട്ടപ്പോൾ സൂര്യദേവൻ നൽകിയതാണ് ആ കവചവും കുണ്ടലങ്ങളും. അവ ഉള്ളിടത്തോളം കാലം കർണനെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയില്ല. അതിനാലാണ് ഈ കവചവും കുണ്ടലങ്ങളും കർണനിൽ നിന്നും ഒഴിവാക്കണമെന്ന് ദേവേന്ദ്രൻ തീരുമാനിച്ചത്. ഈ രഹസ്യമറിഞ്ഞ് സൂര്യദേവൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ കർണനെ സമീപിച്ചു. സജ്ജനങ്ങൾ എന്താവശ്യപ്പെട്ടാലും കർണൻ അത് ദാനമായി നൽകുമെന്ന് സൂര്യന് അറിയാമായിരുന്നു. സൂര്യദേവൻ എത്തുമ്പോൾ കർണൻ ഉറക്കത്തിലായിരുന്നു. അതിനാൽ ഒരു സ്വപ്ന രൂപത്തിലാണ് സൂര്യൻ കർണനുമായി സംസാരിച്ചത്. സൂര്യൻ പറഞ്ഞു, കർണ, നീ സത്യസന്ധനാണ്. സ്നേഹപൂർവ്വം ആരെന്ത് ചോദിച്ചാലും നീ അത് കൊടുക്കും. അതിനാൽ നിനക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കൂ. ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ നിന്നെ സമീപിച്ച് നിന്റെ കവചവും കുണ്ടലങ്ങളും ദാനം ചെയ്യാൻ യാചിക്കും. നിന്റെ രീതികൾ ഇന്ദ്രന് നന്നായി അറിയാം. ആരെന്ത് ചോദിച്ചാലും കൊടുക്കുമെന്നും ഒന്നും നീ തിരിച്ച് ആവശ്യപ്പെടുകയില്ലെന്നും ഇന്ദ്രൻ നന്നായി അറിയാം. നിന്റെ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടാൽ നിനക്ക് മരണം വരെ സംഭവിക്കാം. ഇവ നിന്റെ ശരീരത്തിൽ ഉള്ള അത്രയും കാലം ആർക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല. അതിനാലാണ് നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. കർണൻ ചോദിച്ചു, മഹാത്മാവേ, എൻ്റെ നന്മയെക്കുറിച്ച് ഇത്രമേൽ ആകാംക്ഷപ്പെടുന്ന അങ്ങ് ആരാണ്? സൂര്യൻ പറഞ്ഞു, കർണ, ഞാൻ സൂര്യനാണ്. നിന്റെ നന്മയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ നിനക്ക് നന്മയുണ്ടാവും. ഇത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, സൂര്യദേവ,
സർവ്വലോകത്തിനും ഉയർച്ച നൽകുന്ന അങ്ങ് തന്നെ എന്നെ സഹായിക്കാനുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? ദേവാ, അങ്ങയ്ക്കറിയാം, ബ്രാഹ്മണർ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങ് എൻ്റെ ഈ വ്രതം തെറ്റിക്കരുത്. എൻ്റെ ശത്രുക്കളായ പാണ്ഡവർക്ക് വേണ്ടിയാണെങ്കിലും ഇന്ദ്രദേവൻ എന്ത് ചോദിച്ചാലും ഞാൻ നൽകുക തന്നെ ചെയ്യും. അങ്ങ് എൻ്റെ നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വ്രതത്തിൽ നിന്നും പിന്മാറുവാൻ ആജ്ഞാപിക്കരുത്. ഇന്ദ്രദേവന് ഞാൻ കവചകുണ്ടലങ്ങൾ കൊടുത്തു എന്നതുകൊണ്ട് എൻ്റെ യശസ്സിന് ഒരു കോട്ടവും വരില്ല. എനിക്ക് ദാനമെന്ന എൻ്റെ കർത്തവ്യമാണ് പ്രധാനം. മരണത്തെപ്പോലും ഞാൻ പ്രധാനമായി കാണുന്നില്ല. സൂര്യൻ പറഞ്ഞു, കർണ, ദേവന്മാരുടെ രഹസ്യങ്ങൾ നിനക്കറിയില്ല. അതിനുള്ള സമയമാകുമ്പോൾ എല്ലാം സ്വയമേ അറിഞ്ഞുകൊള്ളും. അതിപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇന്ദ്രൻ വന്ന് യാചിച്ചാലും നീ ഈ കുണ്ടലങ്ങൾ ഉപേക്ഷിക്കരുത്. ഇത് നിൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം അർജുനനെന്നല്ല ദേവേന്ദ്രൻ വിചാരിച്ചാൽ പോലും നിന്നെ തോൽപ്പിക്കാനാവില്ല. അതിനാലാണ് ഞാൻ പറയുന്നത്, ഈ രക്ഷാകവചവും കുണ്ടലങ്ങളും ഇന്ദ്രൻ നീ നൽകരുത്. കർണൻ പറഞ്ഞു, ഭഗവൻ, അങ്ങയോടുള്ള എൻ്റെ ഭക്തി അങ്ങയ്ക്ക് അറിയാവുന്നതാണ്. യാചനയോടെ മുന്നിലെത്തുന്നവർക്ക് എന്തും ദാനം ചെയ്യുന്നവനാണ് ഞാൻ. അങ്ങയോടുള്ള സ്നേഹം എനിക്ക് എൻ്റെ പത്നിയോടോ പുത്രനോടോ മിത്രങ്ങളോടോ പോലും ഇല്ല. അങ്ങയുടെ വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു. എങ്കിലും എൻ്റെ വ്രതം തെറ്റിക്കുവാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ അപരാധങ്ങളെല്ലാം പൊറുക്കണം. ഇന്ദ്രദേവൻ വന്ന് ചോദിച്ചാൽ എൻ്റെ ജീവൻ പോലും ഞാൻ നൽകുന്നതാണ്. എൻ്റെ വ്രതനിഷ്ഠയിൽ ഉറച്ചു നിൽക്കാൻ അങ്ങനെ അനുഗ്രഹിക്കണം. സൂര്യൻ പറഞ്ഞു, ശരി. ഇന്ദ്രന് കവചകുണ്ടലങ്ങൾ നീ ദാനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ശക്തി എന്ന ആയുധം ആവശ്യപ്പെടണം. ശക്തിക്ക് അനേകായിരം ശത്രുക്കളെ വധിക്കുവാൻ കഴിയും. എല്ലാവരെയും വധിച്ച ശേഷം അത് നിന്നിലേക്ക് തന്നെ മടങ്ങിയെത്തും. ഇത്രയും പറഞ്ഞിട്ട് സൂര്യൻ അപ്രത്യക്ഷനായി. അടുത്ത ദിവസം ഉണർന്ന കർണൻ സ്നാനം, ജപം തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശേഷം ആദിത്യനെ നോക്കി കഴിഞ്ഞ രാത്രിയിലെ സ്വപ്നകഥകളെല്ലാം പറഞ്ഞു. അപ്പോൾ കർണൻ്റെ കാതുകളിൽ, കർണ, അത് സ്വപ്നമായിരുന്നില്ല എന്ന് ആരോ മന്ത്രിക്കുന്നത് കർണൻ കേട്ടു. കർണൻ്റെ ജനനകഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. വൃഷ്ണിവംശരാജാവായ ശൂരസേനന് 2 മക്കളായിരുന്നു. മൂത്തയാൾ പൃഥ എന്ന പെൺകുട്ടിയും ഇളയത് വസുദേവൻ എന്ന മകനുമായിരുന്നു. ശൂരസേനൻ്റെ സഹോദരീപുത്രനായ മറ്റൊരു വൃഷ്ണിവംശരാജാവായിരുന്നു കുന്തിഭോജൻ. ഇദ്ദേഹത്തിന് മക്കൾ ഇല്ലായിരുന്നതിനാൽ പൃഥയെ ശൂരസേനൻ കുന്തിഭോജന് നൽകി. അങ്ങനെ പൃഥയുടെ പേര് കുന്തി എന്ന് ആയിത്തീർന്നു. ഈ കൗമാരപ്രായം എത്തിയ കാലത്ത് ഒരു ദിവസം ഒരു ബ്രാഹ്മണ താപസൻ കുന്തിഭോജനെ കാണാൻ എത്തി. അയാൾ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ താപസനായ ഒരു ബ്രാഹ്മണനാണ്. കുറച്ചുനാൾ അങ്ങയോടൊപ്പം ഇവിടെ താമസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരും എന്നോട് അഹിതമായി ഒരു പ്രവൃത്തിയും ചെയ്യരുത്. രാജാവ് താപസനോട് പറഞ്ഞു, മഹാത്മൻ, എൻ്റെ മകളായ കുന്തിദേവി ആതിഥ്യമര്യാദകൾ പാലിക്കുന്നവളാണ്. ഇവിടെ എത്തുന്ന അതിഥികളെ ആചാരപൂർവ്വം സ്വീകരിക്കുന്നത് അവളാണ്. അവൾ അങ്ങയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കിത്തരും. രാജാവ് മകളെ വിളിച്ച് താപസന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുവാൻ നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന് അഹിതമായി ഒന്നും ചെയ്യരുതെന്ന് പ്രത്യേകം ചട്ടം കിട്ടുകയും ചെയ്തു. കുന്തി ഭക്തിപൂർവം താപസനെ പരിചരിച്ചു. താപസൻ തനിക്ക് തോന്നിയ പോലെയൊക്കെയാണ് കൊട്ടാരത്തിൽ കഴിഞ്ഞത്. ഇഷ്ടമുള്ളപ്പോൾ പുറത്തു പോവുക, ഇഷ്ടമുള്ളപ്പോൾ മടങ്ങി വരിക, ചിലപ്പോൾ വരാതിരിക്കുക, ചിലപ്പോൾ ശാന്തനായും മറ്റു ചിലപ്പോൾ കോപിഷ്ഠനായും ഇരിക്കുക, ദേഷ്യഭാവത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും തുടങ്ങിയ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതികളിലൊക്കെയായിരുന്നു അയാളുടെ പ്രവർത്തനം. പക്ഷേ കുന്തി എല്ലാം സഹിച്ച് ക്ഷമയോടെ താപസനെ പരിചരിച്ചു. ഇങ്ങനെ 1 വർഷത്തോളം കഴിഞ്ഞു. അതിനുശേഷം അയാൾ പോകുവാൻ തയ്യാറായപ്പോൾ കുന്തിയെ അരികിൽ വിളിച്ച് പറഞ്ഞു, നിൻ്റെ ക്ഷമയും സൗശീല്യവും എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ ദുർവാസാവെന്ന മഹർഷിയാണ്. ഞാൻ ഇവിടെ നിന്നും പോകുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? കുന്തി പറഞ്ഞു, മഹാത്മാവേ, അങ്ങൻ്റെ പിതാവിൻ്റെ യശസ്സ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ദയവായി അദ്ദേഹത്തെ അനുഗ്രഹിക്കുക. യാതൊരു ഈർഷയുമില്ലാതെയാണ് അങ്ങ് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അത് ഞങ്ങൾക്ക് ലഭിച്ച വരം തന്നെയാണ്. ഇതിനു മുകളിൽ യാതൊരു വരങ്ങളും എനിക്കാവശ്യമില്ല. അപ്പോൾ താപസൻ കുന്തിക്ക് അഥർവവേദത്തിലെ ചില മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആ മന്ത്രം ജപിച്ചാൽ ഏതൊരു ദേവനും ഒരു ദാസനെ പോലെ കുന്തിയുടെ ഇംഗിതത്തിന് വഴങ്ങും. ഇപ്രകാരം അയാൾ കുന്തിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. താപസൻ പോയി കഴിഞ്ഞപ്പോൾ കുന്തിക്ക് ആ മന്ത്രങ്ങൾ ഫലിക്കുന്നവയായിരിക്കുമോ എന്ന് ഒരു സംശയം തോന്നി. ഒരിക്കൽ അതൊന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഒരു ദിവസം കുന്തി കൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പുറത്ത് തേജോമയനായ സൂര്യനെ കണ്ടു. അവൾക്ക് സൂര്യന് നേരെ ആ മന്ത്രം പ്രയോഗിച്ചു നോക്കാം എന്നൊരു തോന്നലുണ്ടായി. അതിനുള്ള തയ്യാറെടുപ്പുകളോടെ ശരീരശുദ്ധിയെല്ലാം വരുത്തി സൂര്യനെ നോക്കി മന്ത്രം ജപിച്ചു. കുന്തി ഒട്ടും പ്രതീക്ഷിക്കാതെ അതീവ തേജസ്സോടുകൂടിയും സർവാഭരണ വിഭൂഷിതനായും സൂര്യദേവൻ കുന്തിദേവിയുടെ അന്തഃപുരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം സുസ്മേരവദനായി കുന്തിയോട് ചോദിച്ചു, സുന്ദരി, നീ ജപിച്ച മന്ത്രത്തിൻ്റെ ശക്തിയിൽ വശംവദനായിട്ടാണ് ഞാനിപ്പോൾ എത്തിയത്. എന്താണ് ഞാൻ നിനക്കായി ഇപ്പോൾ ചെയ്തു തരേണ്ടത്? ഭയത്തോടെ കുന്തി പറഞ്ഞു, സൂര്യഭഗവാനെ, അങ്ങ് എത്രയും വേഗം മടങ്ങിപ്പോകണം. മന്ത്രം ഫലിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടും എൻ്റെ മനസ്സിൻ്റെ ചാബല്യം കൊണ്ടും ഞാൻ ആ മന്ത്രം ജപിച്ചു പോയതാണ്. അങ്ങ് മടങ്ങിപ്പോകാനുള്ള ദയവ് കാട്ടണം. സൂര്യൻ പറഞ്ഞു, കുന്തി, ദേവന്മാരെ ആവാഹിച്ചു വരുത്തിയാൽ അവർക്ക് ഒന്നും നൽകാതെ പോകുവാൻ പറ്റില്ല. നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എനിക്കറിയാം. നിനക്ക് സൂര്യനെ പോലുള്ള തേജസ്സുള്ളവനും കവചകുണ്ടലങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നവനുമായ ഒരു മകൻ ജനിക്കണമെന്നും അവൻ ലോകപ്രശസ്തനാകണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നീ സ്വയം സമർപ്പിക്കൂ. നീ ആഗ്രഹിച്ച ഒരു മകനെ നിനക്ക് ലഭിക്കും. ഭയപ്പാടോടെ കുന്തി പറഞ്ഞു, ഭഗവാനെ, ലോകത്തുള്ള ഏതൊരു സ്ത്രീയുടെയും ശരീരം അന്യർക്ക് നൽകുവാൻ അവളുടെ മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും മാത്രമേ അധികാരമുള്ളൂ. അത് ലംഘിച്ചാൽ ആ സ്ത്രീ അപമാനിതയായിത്തീരും. സ്വന്തം ശരീരം അനാചാരത്തിൽ നിന്നും സംരക്ഷിക്കുകയാണ് സ്ത്രീകളുടെ സദാചാരം. മന്ത്രത്തിൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഞാൻ കാണിച്ച ഒരു മൗഢ്യമായി മാത്രമേ ഇതിനെ കാണാവൂ. ഇതൊരു ബാലികയുടെ ചാബല്യമായി ഗണിച്ച് അങ്ങ് മടങ്ങിപ്പോകണം. അപ്പോൾ സൂര്യൻ പറഞ്ഞു, കുന്തി, നീ ബാലികയാണ്. ആ പരിഗണന കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത്. മറ്റേതൊരാൾ ആണെങ്കിലും ഞാൻ ഇങ്ങനെ അപേക്ഷിക്കുകയില്ല. നിൻ്റെ ശരീരം നീ എനിക്ക് വേണ്ടി സമർപ്പിക്കണം. കുന്തി നിസ്സഹായയായി പറഞ്ഞു, ദേവ, അങ്ങ് പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ അതെൻ്റെ കുലത്തിന് തന്നെ അപമാനമുണ്ടാക്കും. തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചവൾ എന്ന് പറഞ്ഞ് ലോകം എന്നെ പുറന്തള്ളും. ഇനിയും അങ്ങ് എന്നെ മോചിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ എനിക്ക് ഇനിയൊന്നും പറയുവാനില്ല. പക്ഷേ അങ്ങുമായുള്ള സമാഗമം കൊണ്ട് എൻ്റെ സ്ത്രീത്വം നഷ്ടപ്പെടരുത്. കർമ്മസാക്ഷിയായ അങ്ങാണല്ലോ ലോകത്തുള്ള ജീവജാലങ്ങളുടെ എല്ലാം ഭാവി നിർണ്ണയിക്കുന്നത്. സൂര്യൻ പറഞ്ഞ, സുന്ദരി, സൂര്യൻ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കുകയില്ല. ഞാൻ കർമ്മസാക്ഷിയാണെന്ന് നീ പറഞ്ഞല്ലോ. അതെ, മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഞാൻ കാണുന്നുണ്ട്. എന്നെ മറച്ചു പിടിച്ച് ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. ഇന്ന് നീ ചെയ്യുന്ന പ്രവൃത്തി നിനക്ക് ശ്രേയസ് നൽകുന്നതായിരിക്കും. കുന്തി സൂര്യദേവനോട് പറഞ്ഞു, എനിക്ക് ജനിക്കുന്ന കുട്ടി തേജസ്വിയും സുന്ദരനും ആയിരിക്കണം. അവൻ്റെ രക്ഷയ്ക്കായി അങ്ങയുടെ കവചകുണ്ടലങ്ങൾ അവനിലും ഉണ്ടായിരിക്കണം. സൂര്യൻ അത് സമ്മതിച്ചു. ഇതെല്ലാം അന്തഃപുരത്തിലെ ഒരു ദാസി കാണുന്നുണ്ടായിരുന്നു. അവൾ കുന്തിയെ സഹായിച്ചു. യഥാകാലം കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ഈ വിവരം അന്തഃപുരത്തിലെ ദാസിക്കും കുന്തിക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇതാണ് കർണൻ്റെ ജനനകഥ. കുന്തിക്ക് ജനിച്ച മകൻ സൂര്യതുല്യം തേജസ്സുള്ളവനും രക്ഷാകവചവും കുണ്ടലങ്ങളും ധരിച്ചവനുമായിരുന്നു. ആ ദാസിയും കുന്തിയും കുഞ്ഞിനെ കൊട്ടാരത്തിലുള്ളവർ അറിയാതെ അന്തഃപുരത്തിൽ സൂക്ഷിച്ചു. ദാസിയുടെ സഹായത്തോടെ കുന്തി മരം കൊണ്ടുള്ള ഒരു പെട്ടി ഒരുക്കി. തുണിയും മറ്റും വിരിച്ച് പെട്ടി സുരക്ഷിതമാക്കി. കുഞ്ഞിനെ അതിനുള്ളിൽ കിടത്തി പെട്ടിയടച്ച് ഭദ്രമാക്കിയ ശേഷം അത് അശ്വാനദിയിൽ ഒഴുക്കിവിട്ടു. ആ പെട്ടി കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കുന്തി പുഴക്കരയിലിരുന്ന് കരഞ്ഞു.
കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.